നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് പവർ ബി ഐ എന്നുള്ളതും അതുപോലെ തന്നെ ഈ പവർ ബി ഐ എന്തൊക്കെ കമ്പോണൻസ് ഉപയോഗിച്ചാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമുക്കറിയാം പവർ ബി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ അനലൈസ് ചെയ്യാനും ആ ഡാറ്റയെ ക്ലീൻ ചെയ്ത് ഫൈനലി നമുക്ക് വേണ്ട രീതിയിലുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ആക്ച്വലി മൈക്രോസോഫ്റ്റ് പവർ ബി ഐ. ഈ പവർ ബി ഐ കമ്പോസ് ചെയ്തിട്ടുള്ളത് പവർ ക്വറി, അതുപോലെ തന്നെ പവർ പിവോട്ട്, പവർ വ്യൂ, പവർ ബി ഐ ഓൺലൈൻ എന്നുള്ള ഈ 4 കമ്പോണൻസ് വെച്ചിട്ടാണ് പവർ ബി ഐ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ക്വറിയാണ്. പവർ ക്വറി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പവർ ബി ഐയിലേക്ക് ഡാറ്റ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല പല ഡാറ്റ സോഴ്സിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നുണ്ടാവുക. ദാറ്റ് മേ ബി എക്സൽ അല്ലെങ്കിൽ SAP ഓറാക്കിൾ ഏതൊരു ഡാറ്റ സോഴ്സിൽ നിന്നായാലും നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് പവർ ബിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതിന് വേണ്ട രീതിയിലുള്ള ചാർട്ടുകളും ടേബിൾസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പവർ ബിക്കകത്തുള്ള പവർ ക്വറി എന്നുള്ള ആ ഒരു എഞ്ചിനാണ് മറ്റു ഡാറ്റ സോഴ്സുകളിൽ നിന്ന് ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ആ എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റയെ ട്രാൻസ്ഫോം ചെയ്യുന്നതും ആരാണ്? പവർ ക്വറിയാണ്. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സുകൾ ഉണ്ടെങ്കിൽ അവരെ കമ്പൈൻ ചെയ്ത് പവർ ബിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ പവർ ക്വറി എന്നുള്ള ആ ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ നമ്മൾ പവർ ബിയിൽ നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റക്കകത്ത് എന്തെങ്കിലും അൺക്ലീൻ ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതും ഈ മൈക്രോസോഫ്റ്റ് പവർ ക്വറി എന്നുള്ള ഈ ഒരു ടൂളാണ്. ഇനി നമുക്ക് രണ്ടാമത് വരുന്നത് പവർ പിവോട്ട് എന്നുള്ള ടൂളാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സോഴ്സുകൾ മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടായിരിക്കും. സോ അവരെ തമ്മിൽ ലിങ്ക് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു റിലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഫൈനലി നമുക്ക് വേണ്ട രീതിയിലുള്ള ഔട്ട്പുട്ട്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ ടേബിൾസ് ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പവർ പിവോട്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട രീതിയിലുള്ള കാൽക്കുലേഷൻസ്, ലോജിക്സ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ പവർ പിവോട്ട് എന്നുള്ള ഈ ഒരു ടൂളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതുപോലെ നമുക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ ഒരു ഡാഷ്ബോർഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് ആവശ്യമുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സെയിൽസ് ഡാഷ്ബോർഡ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ വെച്ച് ഫിൽറ്റർ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വെച്ച് ഫിൽറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം ഫിൽറ്റേഴ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പവർ പിവോട്ട് എന്നുള്ള എഞ്ചിൻ്റെ ടൂളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പവർ ബി ഇത് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ എക്സലിനകത്ത് ഒരുപാട് ഫങ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മൈക്രോസോഫ്റ്റ് പവർ ബി ഐയിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഡാക്സ്. അതായത് ഡാറ്റ അനാലിസിസ് എക്സ്പ്രഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നമുക്ക് ലോജിക്സ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഡാക്സ് ഫോർമുലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പവർ ബി ഐയിൽ നമ്മൾ ലോജിക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പവർ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് കേൾക്കുന്ന പോലെ തന്നെ ഇറ്റ്സ് റിലേറ്റഡ് ടു വ്യൂ, അതായത് യൂസർ ഇൻ്റർഫേസ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് പവർ വ്യൂ. അതായത് നമുക്ക് ചാർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പവർ വ്യൂ എന്നുള്ള എഞ്ചിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ പവർ ബിയിൽ അത് വർക്കൗട്ട് ചെയ്യണത്. അതുപോലെ തന്നെ ചാർട്ടുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ടേബിളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഡെവലപ്പ് ചെയ്യാൻ, പ്രസൻറ്റ് ഡാറ്റ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് പവർ വ്യൂ എന്നുള്ള കൺസെപ്റ്റാണ്. ഫൈനലി നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡാഷ്ബോർഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കിനോ അല്ലെങ്കിൽ നമ്മളെ മാനേജ്മെൻറ്റിനോ നമുക്കത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ബി ഐ ഓൺലൈൻ, അതായത് ഇറ്റ്സ് എ ക്ലൗഡ് പ്ലാറ്റ്ഫോം, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ ഡാഷ്ബോർഡിനെ പുഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആ ഒരു ഡാഷ്ബോർഡിനെ നമ്മൾ പബ്ലിക്കിന് ഷെയർ ചെയ്യണത് അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യണത്. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് പവർ ബി ഐ ഓൺലൈൻ എന്നുള്ള ടൂളാണ്. ഓൺലൈൻ എന്നുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ്. അവിടെ നമുക്ക് റിപ്പോർട്ട് ഷെയറിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഇൻസൈറ്റ്സ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മറ്റു പല പല പ്ലാറ്റ്ഫോംസുമായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ ആപ്സ്, അതുപോലെ തന്നെ അസ്യൂർ, അങ്ങനെ ഒരുപാട് മൈക്രോസോഫ്റ്റിൻ്റെ മറ്റ് പല പല പ്ലാറ്റ്ഫോംസിലേക്കും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് പവർ ബി ഐ ഓൺലൈൻ. അപ്പോൾ ഈ ഒരു 4 കമ്പോണൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ അതിൻ്റെ എല്ലാ ഫുൾ ഫങ്ഷനിങ് ചെയ്യണത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് ETL പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. അതായത് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഫ്ലോ ആണ് ശരിക്കും ആക്ച്വലി ETL എന്നുള്ളത്. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.